ക്രൈമുണ്ട്, ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡൊക്കെ ഉണ്ട്, എന്നാൽ സസ്പെൻസോ അങ്ങനെയോ അല്ല. ഇതിനൊരു ഇമോഷണൽ ആംഗിൾ. അപ്പം ഞാനെപ്പോഴും കുറച്ച് ഫാമിലി കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളും പോകുന്നത്. സിനിമയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആ സിനിമയോട് ഒരു ഇഷ്ടം തോന്നും. ഞാൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ സിനിമാറ്റിക്കായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക എഴുതുന്ന ആളുടെ ലൈഫിലായിരിക്കും. ഞാനിപ്പോൾ സിനിമ ഒന്നും നടക്കില്ല എന്ന് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ റെസ്യൂമൊക്കെ തയ്യാറാക്കി വീണ്ടും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂസിനൊക്കെ പോയി തുടങ്ങിയ സമയത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് പുതിയ പുറത്തുനിന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതിനൊരു ടീമുണ്ട്. അല്ലെ, ദൃശ്യം 3 സത്യത്തിൽ അതാണ്. 1 and 2 പോലെ അല്ല 3. ദൃശ്യം 3 കുറച്ചുകൂടി ഇമോഷണലാണ്. ഞാൻ കുറച്ചുകൂടെ ആ ഫാമിലിയും ജോർജ് കുട്ടിയുടെ ഇതിലേക്കൊക്കെ ഇറങ്ങി ഇത് ചെയ്യാണ്. കാരണം ഒരുമാതിരി മെയിൻ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ജീതു ജോസഫ്, എഴുത്തുകാരൻ ഡിനു തോമസ്, ലിയോണ ലിഷോയ് എന്നിവരാണ് ഇന്ന് നമുക്കൊപ്പോൾ ഉള്ളത്. എ ഫിലിം ബൈ ജീതു ജോസഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് സിനിമകളുടെ പേരിങ്ങനെ വരും. പ്രത്യേകിച്ച് ത്രില്ലർ ചിത്രങ്ങളുടെ പേര്. വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ പറഞ്ഞ ദൃശ്യമാവട്ടെ, മെമ്മറീസ് ആവട്ടെ, കൂമനാവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങൾ. ഈ വലതുവശത്തെ കള്ളൻ ഈ മുൻചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? കാരണം ഇത് ത്രില്ലർ അല്ലാത്തതുകൊണ്ട്. ത്രില്ലറല്ല, ത്രില്ലറിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും എനിക്കതുകൊണ്ടാണ് ഡിന്നു ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ക്രൈമുണ്ട്, ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡൊക്കെ ഉണ്ട്, എന്നാൽ സസ്പെൻസോ അങ്ങനെയോ അല്ല. ഇതിനൊരു ഇമോഷണൽ ആംഗിൾ, ആ ഡ്രാമയുടെ എലമെൻറ്റ് അതുണ്ട്. അതാണ് എനിക്കതിനെ അട്രാക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത ബാക്കിയുള്ള സിനിമയിൽ നിന്ന് കുറച്ച് വേറൊരു ടൈപ്പാണിത്. പക്ഷെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മെമ്മറീസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വിഷ്വലിൻ്റെ മൂഡിൻ്റെ അതുകൊണ്ടാണ്. പക്ഷെ ക്രൈമുണ്ട് താനും. അപ്പോൾ അത് നല്ല രീതിയിൽ ആ കഥ ഒരു ക്രൈമിനെ എടുത്ത് നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഈ ഒരു 2 കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ അതിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷണൽ ലെവലിനെ കൂടെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നിയായിരുന്നു. അതെങ്ങനെ? സ്ക്രിപ്റ്റിലേ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൊണ്ടുവന്ന് സാധനം തരുന്നത്. ഈ ഫാമിലി എന്ന് ഇപ്പം നേരത്തെയുള്ള ജിത്തു ജോസഫ് പടങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്നൊരു എലമെൻറ്റ് നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. ആ ഡ്രാമ വർക്ക് ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷണൽ ലെവൽ കിടക്കുന്നത് ഈ ഫാമിലി എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം ഈ സിനിമയിലും ഉണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം താങ്കളുടെ പേരെന്താ? ശ്രീജിത്ത്. അപ്പോൾ എനിക്ക് 2 രീതിയിൽ ശ്രീജിത്തിൻ്റെ കഥകൾ പറയാം. ഒന്നെങ്കിൽ ശ്രീജിത്ത് മാത്രം, ശ്രീജിത്തിൻ്റെ സുഹൃത്തിൻ്റെ മാത്രമായിട്ടുള്ള കഥ പറയാം. അല്ലെങ്കിൽ എനിക്ക് ശ്രീജിത്തിൻ്റെ കഥ പറയുമ്പോൾ ശ്രീജിത്തിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി അങ്ങനെ കൂടെ കണക്ട് ചെയ്ത് പറയാം. അപ്പം ഞാനെപ്പോഴും കുറച്ച് ഫാമിലി കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളും പോകുന്നത്. കാരണം ഒരു സിനിമയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആ സിനിമയോട് ഒരു ഇഷ്ടം തോന്നും. അപ്പം ഞാനെപ്പോഴും അതിനെ ഒന്ന് ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു അച്ഛൻ, അമ്മ, മോനിന്ന് കാണുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫീൽ ചെയ്താൽ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കഥയായിട്ട് ഇത് എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് പിന്നെ ബേസിക്കലി ഞാൻ കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് അങ്ങനത്തെ ഒരു ഇതിൽ ജീവിച്ചിരുന്നതായതുകൊണ്ടും അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് മൈ ബോസിൻ്റെ സമയത്ത് കുറേ ആൾക്കാർ കുറേ നാളായി നമ്മുടെ സിനിമയിൽ ഒരു മുത്തശ്ശീനെ കണ്ടിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ അതൊരു എൻ്റെ സിനിമകളിൽ ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ചില കേസുകളിൽ ഫാമിലി, ഈവൻ 12th മാൻ എല്ലാവർക്കും തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു സിനിമ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് ഞാൻ എഴുതിയ അതിനകത്ത് കൊണ്ട് അതുണ്ട്. അല്ല, അതില്ലാതെ പറ്റൂ. കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫാമിലീസ്. ആ യൂണിറ്റിനെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഒരു സമയത്തുണ്ടായിരുന്നു, നായകനും നായികയും വരുന്നു, ഇത് എവിടുന്നാണ് വരുന്നത്, ആരാണ്, അങ്ങനത്തെ എന്തോ ഒരു ട്രാക്കിൽ കുറച്ചൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടെയോ ഞാനിതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു രീതി ഉണ്ടല്ലോ, ഒരു ശൈലി. അതാണ്. അപ്പം കൂദാശയ്ക്ക് ശേഷം എഴുതുന്ന ചിത്രമാണിത്. കൂദാശ സംവിധാനം ചെയ്തതാണ്. ഈ സിനിമയിലേക്ക് ഈ കഥയിലേക്ക് എത്തിയൊരു പ്രചോദനം എന്തായിരുന്നു? ഞാനൊരു ഏകദേശം ഒരു 6-7 വർഷം മുമ്പാണ് ഞാനിത് എഴുതുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒരു മനസ്സിലൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐഡിയ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് ഒരു കൺട്രോളർ ഷിബീർക്കായിട്ട് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ആൾക്ക് കൂദാശയ്ക്ക് ശേഷം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എന്നോട് സ്ക്രീൻ പ്ലേ ആക്കി തരാൻ പറഞ്ഞു. എൻ്റെ സ്റ്റോറി ഐഡിയ ഉണ്ടായിരുന്നത് എനിക്ക് സത്യത്തിൽ അതിൽ സാം എന്നുള്ള ക്യാരക്ടർ അതിൻ്റെ പെർസ്പെക്റ്റീവിലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്റ്റോറി ഐഡിയ. പക്ഷേ ഞാൻ സ്ക്രീൻ പ്ലേ എഴുതി വന്നപ്പോൾ എനിക്കത് സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാതെ ആൻ്റണിയുടെ പെർസ്പെക്റ്റീവിൽ ആ കഥ സാമിനെ പറയണമെന്ന് തോന്നി. സോ അങ്ങനെയാണ് 2 കഥാപാത്രങ്ങൾ ഈ സിനിമ, അങ്ങനെ 2 പേരുടെ പെർസ്പെക്റ്റീവിൽ ഈ കഥ ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ പ്ലേ തയ്യാറായതിനു ശേഷം ഞാൻ ഷിബീർക്കയുടെ അടുത്ത് അവതരിപ്പിച്ചു.
ഷബീർക്ക വഴി ഷാജേട്ടനിലേക്ക് എത്തി. ഷാജേട്ടൻ വഴി ഷാജേട്ടൻ സാറിനെ വിളിച്ചു. സാറിൻ്റെ അടുത്ത് ഞാൻ സാറ് കഥ കേൾക്കാൻ വേണ്ടി സമയത്ത് തന്നെ ഫാമിലി ആയിട്ടാണ് കഥ കേൾക്കാൻ വേണ്ടി വന്നിരുന്നത്. സാറ് എന്തുകൊണ്ട് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നില്ല? എനിക്ക് സത്യത്തിൽ ഞാൻ കുറച്ച് പേടിയുള്ള ആളാണ്. ഞാൻ കുതാശ എഴുതിയതല്ലേ ആണ്. എനിക്ക് സാർ എന്നോട് ചോദിച്ചിരുന്നു കുറച്ചുകൂടെ നേരത്തെ സംഭവിച്ചിരുന്നാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ എന്താ പറയുക, കുറേ ഘടകങ്ങളുണ്ടല്ലോ. റൈറ്റ് ടൈം, റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ഐഡിയ എല്ലാം കൂടി ചേരുന്ന സമയത്താണ് സിനിമ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു സിനിമ ഞാൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ സിനിമാറ്റിക്കായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക എഴുതുന്ന ആളുടെ ലൈഫിലായിരിക്കും. കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ സിനിമ ഒന്നും നടക്കില്ല എന്ന് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ റെസ്യൂമൊക്കെ തയ്യാറാക്കി വീണ്ടും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂസിനൊക്കെ പോയി തുടങ്ങിയ സമയത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. തിരിച്ച് ഞാൻ വീണ്ടും ഇവിടേക്ക് സത്യത്തിലെല്ലാം മടുത്തങ്ങനെ പോയി, പക്ഷെ വിട്ടില്ല എന്നെ. എന്താ പറയുക, നമ്മൾ 6-7 വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ടതിന് അവസാനം ഒരു പേ ബാക്ക് കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. ഈ നമ്മൾ എഴുതിയ ആ ടെക്സ്റ്റ് സംവിധായകൻ അപ്രോച്ച് ചെയ്യുന്നത്, ഈ ജീത്തു ജോസഫിൻ്റെ കയ്യിലേക്ക് ആ ടെക്സ്റ്റ് എത്തിയപ്പോൾ അതിനെന്തെങ്കിലും വന്നൊരു മാറ്റം എന്താണെന്ന്? ഞാനിപ്പോൾ എഴുതിയൊരു സീൻ സാറ് അത് വിഷ്വലൈസ് ചെയ്യുന്ന രീതി ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും ഞാൻ സെറ്റിലുണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ പുറകിൽ അവിടെ മോണിറ്ററിൻ്റെ പുറകിൽ സാറിൻ്റെ പുറകിലായിട്ട് ഞാൻ ഇരിക്കുന്നത് കാണുമായിരുന്നു. സാറങ്ങനെ ഓരോ സീന് വിഷ്വലൈസ് ചെയ്തും എഴുതിയ കാര്യങ്ങൾ സാറെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു ടീമായിട്ട്. സാറ് ഞാനായിട്ടും എല്ലാം ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇത് സാറിനെ ചിലപ്പോൾ ഞാൻ എഴുതിയിരിക്കുമ്പോൾ അത് വലതുവശത്ത് ആ ഡോറിൽ കൂടെ കടന്നു വരണം എന്നാണ് ചിലപ്പോൾ ഞാൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവാം. സാറിന് തോന്നണം അവിടെ തന്നെ സമയത്ത് അത് ഇടതുവശത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ലിഫ്റ്റ് ആവും, ഇമോഷൻ ലിഫ്റ്റ് ആവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ സാറ് ഞാനായിട്ടോ ടീമായിട്ടോ സാറിന് ആ ഒരു വിഷൻ ഉണ്ടാവും. സാറപ്പോൾ ചോദിക്കും ഇങ്ങനെ സംഭവം ചെയ്താലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പേപ്പർ ഫ്രം ദ ടെക്സ്റ്റ് അത് വിഷ്വലിലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടി ലിഫ്റ്റ് ആയെന്ന് തന്നെയാണ്. പെർഫോമൻസുകളാണെങ്കിലും സാർ വിഷ്വലൈസ് ചെയ്ത രീതിയാണെങ്കിലും ലിഫ്റ്റ് ആയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നതിനേക്കാളും ലിഫ്റ്റ് ആയെന്ന് തന്നെയാണ് എനിക്ക്. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു സീൻ എടുത്തിട്ട് 10 സംവിധായകരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ 10 രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ കഥ ഇപ്പം ഒരുപക്ഷെ അത് ഡിനു ആണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഡിനു കൺസീവ് ചെയ്ത് അതിൻ്റെ വിഷ്വൽസും രീതികളും ചിലപ്പോൾ വേറെ ആയിരിക്കാം. ചിലപ്പോൾ ഡിനു ചെയ്തതായിരിക്കാം കൂടുതൽ നല്ലത്, നമുക്കത് അറിയില്ല. അതറിയണമെങ്കിൽ ഡിനുവിൻ്റെ വേറെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഇതിനെയും ബേസ് ചെയ്തിട്ടാണ് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും ഓരോ വ്യക്തികളനുസരിച്ച് എൻ്റെ രീതികൾ. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റിൽ നമുക്കൊരു സീനിലൊരു ഡയലോഗ് വഴി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേസമയം തോന്നുന്നതാണ് വേറെ സജഷൻ വരികയാണ്, ഇതിന് വിഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട്, വിഷ്വലി നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ജീത്തു ജോസഫ് ഏതായിരിക്കും സെലക്ട് ചെയ്യുക? വിഷ്വലി പറയാനായിരിക്കും എപ്പോഴും നല്ലത് അത് തന്നെയാണ്. അതൊരു ഇപ്പം സിനിമയിൽ പണ്ടൊക്കെ എല്ലാം ഡയലോഗിലൂടെ ഫീഡ്ബാക്ക്, ഇപ്പോഴത്തെ ഓഡിയൻസൊക്കെ ഒത്തിരി മാറി. അവർ ഈ ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ടു, അവർക്ക് അവരുടെ ഒരു ഇത് എന്താ പറയുക, അവരൊരു ആസ്വാദന രീതി മാറി. അപ്പോൾ എല്ലാത്തിനും ഡയലോഗ് വേണമെന്നൊന്നുമില്ല, അല്ലാതെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. ലിയോണയുടെ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വിദ്യ, ASI ആണ്. ബിജാട്ടൻ ചെയ്യണ ആൻ്റണി സേവിയർ CI ആണ്, CIയുടെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു വളരെ അൺകോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നടക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അതിനെ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൻ്റണി സേവിയർ ഉൾപ്പെടെയുള്ള ബാക്കി ക്യാരക്ടേഴ്സിനെയൊക്കെ നോക്കിക്കാണുന്ന ഒരു ആളാണ്. ആൻഡ് ഇതിൽ സബോർഡിനേറ്റ് ആയതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും പറയാൻ പറ്റാതെ വരികയും അതിനെ ചില കാര്യങ്ങൾ നമുക്ക് വി ജസ്റ്റ് ഹാവ് ടു ലെറ്റ് ഗോ ആൻഡ് എംപത്തി മനസ്സിൽ മാത്രം വെച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ പോലീസുകാരി. ആൻഡ് ഐ തിങ്ക് അത് മിക്ക ഇതിലും നമ്മൾ സബോർഡിനേറ്റ്, ബിക്കോസ് വി ആർ നോട്ട് ദ ബോസ്, നമുക്ക് വി ഡോണ്ട് ഹാവ് ദി പ്രിവിലേജ് ടു ടേക്ക് ഡിസിഷൻസ്. ഇപ്പോൾ ഈ പറഞ്ഞ സാധനമില്ലേ, അതായത് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയലോഗ് ഇല്ലാതെ വിഷ്വൽ എന്നുള്ളതിൽ ഈ SI വിദ്യയുടെ പല റിയാക്ഷൻസിലൂടെ പല സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. മുഴുവൻ ആ സമയത്ത് റിയാക്ഷനിൽ നിന്ന് ഓഡിയൻസിന് മനസ്സിലാവും പുള്ളിക്കാരത്തിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ ഇതിലെ സെൻട്രൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ജോർജ് ജോർജും ബിജു മേനോനും, ഇവർ ഈ കോംബോ ഈ സിനിമ എത്രമാത്രം എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഈ സിനിമ ഈ ഡിനു എന്ന് ഈ കഥ പറയുമ്പോൾ നമുക്ക് ഈ 2 ക്യാരക്ടേഴ്സിന് ഇതൊരു സാധാരണ, ഇതിനകത്തെല്ലാം വളരെ നോർമലായിട്ടുള്ള സാധാരണ ക്യാരക്ടേഴ്സാണ്. അതിനകത്ത് പല സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ടാവാം.
അപ്പം ഇത് മലയാളത്തിൽ നമുക്ക് പലരെയും വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പം ബിജു മേനോൻ എന്ന ഇത് വന്നു. അപ്പം കോമ്പിനേഷൻ ഓപ്പോസിറ്റ് സൈഡ് ആരായിരിക്കും അങ്ങനെ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ജോജു ചെയ്താൽ നന്നായിട്ട് വരണം. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ജോജുവായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വേറൊരു അട്രാക്ഷൻ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷന് ഒരു പുതുമയുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം ജോജുവായിട്ട് സംസാരിച്ചപ്പോൾ ജോജു എഗ്രി ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്തതാണ്. ഈ ജിത്തു ജോസഫിൻ്റെ സെറ്റിൽ എങ്ങനെയാണ് ഒരു ആക്ടറിന് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പരമാവധി ഉള്ളതാണോ? അതൊരു കമ്പോസ്ഡ് ആയിട്ട് ചെയ്ത് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ പെർഫോം ചെയ്യണമെന്നാണോ പുള്ളിയുടെ ഒരു രീതി? എങ്ങനെ? ഞാനിപ്പോൾ സാറിൻ്റെ മൂന്നാമത്തെ പട 3ലും 3 തരത്തിലായിരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സിനിമയിൽ. അത് സ്ക്രിപ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. ബിക്കോസ് 12th മാനിൽ കുറേയൊക്കെ നമുക്ക് ക്യാമറ എവിടെയാണ് വെച്ചിരിക്കണേന്ന് അറിയില്ല. ഓൾവേസ് 2 ക്യാമറ മിനിമം 4 ക്യാമറ ഫുൾ ടൈം ഉണ്ടായിരുന്നു. സോ അവിടെ ഫുൾ എല്ലാവരും എല്ലാവരും ഇങ്ങനെ എപ്പോഴും ഇംപ്രവൈസ് ചെയ്യുമായിരുന്നു. ലൈക്ക് എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സീൻസ് ഇൻക്ലൂഡഡ് ഓൾ ഓഫ് അസ്. 11 പേര് മിക്ക സീൻസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സീൻസൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നു, കൂടെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെ. സോ ഇംപ്രവൈസ് കുറേ ചെയ്തിട്ടുണ്ട്. റാമിൽ എനിക്ക് അത്ര ഓർമ്മയില്ല. എനിക്ക് കുറേ പേടിയായതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് കുറച്ച് റാം ചെയ്തപ്പോൾ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ ഐ ഫീൽ ലൈക്ക് അല്ല, അതിനകത്തൊക്കെ ചില കാര്യങ്ങളിൽ ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതില്ല. അതിനകത്ത് റാമിൽ ഓർക്കുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലാലേട്ടൻ്റെ ഒരു ഡയലോഗിൽ പതൊക്കെ ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കുന്നില്ല. അപ്പം ഞാനത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഈ ഡയലോഗ് വരുമ്പോൾ പതൊക്കെ ഇങ്ങനെയൊന്ന് ഒരു ലുക്ക് പോയിട്ട്, കാരണം ആ ഒരു വാക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ SP അതൊന്ന് നോട്ട് ചെയ്തു. ആ ലുക്ക് വന്നപ്പം റാമിനും മനസ്സിലായി ആ പറഞ്ഞതിനകത്തൊരു ചെറിയ പാളിച്ച പറ്റി എന്നുള്ളത് റാമിനും മനസ്സിലായി. അങ്ങനത്തെയൊക്കെ ഇത് ഇവരോട് നമ്മൾ എടുത്ത് പറയും. അതിൽ കുറേ ലുക്സും പരിപാടികളൊക്കെ ഇതിലും ആക്ച്വലി അങ്ങനത്തെ ഉണ്ട്. പക്ഷേ ടെക്നിക്കൽ പരിപാടികൾ വരുമ്പോൾ ബിക്കോസ് വി ആർ ഇൻ ഷൂട്ടിംഗ് ഇൻ എ കൺഫൈൻഡ് സ്പേസ്. ഇതിൽ മോസ്റ്റ്ലി നമ്മുടെ ഷൂട്ട് നടന്ന ഒരു പോലീസ് സ്റ്റേഷനിലൊരു മുറിയുണ്ട്. അപ്പോൾ ആ മുറിയിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ടെക്നിക്കലായിട്ട് വരുന്ന കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡയലോഗ് പറയണം, അങ്ങനത്തെ കാര്യങ്ങൾ ഇസ് വെരി ടെക്നിക്കൽ. അപ്പോൾ അതിൽ നമുക്ക് ഹീസ് ഓൾവേസ് ദെയർ, ഈ പോയിന്റ് എത്തുമ്പോൾ കറക്റ്റ് ഡയലോഗ് പറയുക എന്നുള്ളൊരു സാധനം അത് അവിടെ മാൻഡേറ്ററി ആണ്. പക്ഷേ അല്ലാത്ത ഭാഗത്ത് ഐ തിങ്ക് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു ബിൽഡപ്പിന് അനുസരിച്ച് ഓരോ സീനും ഒരു റിതം, അത് സാറ് ആ വിഷ്വലൈസേഷൻ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് കാരണം സാറ് രാവിലെ തന്നെ വരുമ്പോൾ ആ സീൻ പേപ്പർ വായിച്ച് അവിടെ കുറച്ച് നേരം ഞാൻ നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ സാറിനത് പഠിച്ച കാര്യമായിട്ടാണ്. കഴിഞ്ഞൊരു കുറച്ചാളായിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പഠിച്ച കാര്യം. സാറ് ആ സ്ക്രിപ്റ്റ് സീൻ വായിച്ചിട്ട് ആൾ ആ ലൊക്കേഷൻ അവിടെ കുറച്ച് നേരം ഇരിക്കും. ഇപ്പോൾ ബിജുവേട്ടൻ്റെ ആൻ്റണി സേവിയറുടെ CAയുടെ റൂമിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ CAയുടെ കസേരയിൽ ആ സീൻ പേപ്പർ വായിച്ച ആൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചിന്തിക്കും. സാറ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാറ് വന്നിട്ട് സതീശൻ്റെ അടുത്ത് പറയും, നമുക്കിത് ഇങ്ങനെ വന്ന് കറക്റ്റ് ആൾക്ക് ഫസ്റ്റ് ഷോട്ട് ലാസ്റ്റ് ഷോട്ട് സാറിൻ്റെ കയ്യിലൊരു റിതം, ആ റിതത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ബിഹേവ് ചെയ്യണം. പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും സാറ് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പറയാണ്, ഇപ്പോൾ ഇവൻ ലിയോണ അല്ലെങ്കിൽ ബിജുവേട്ടൻ പറയാണ് ഞാനിങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ സാറ് ഇപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ സാറ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും. അവർക്കും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത്. പക്ഷേ സാറിൻ്റെ ബേസിക്കലി കടിഞ്ഞാണ് സാറിൻ്റെ കയ്യിലുണ്ട്. അല്ല, അത് ബേസിക്കലി എന്നാണെന്നറിയോ, എല്ലാവർക്കും അവരുടെ ആർട്ടിസ്റ്റിന് അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. അപ്പം ചില സ്ഥലത്ത് നമ്മൾ കടുംപിടുത്തം പിടിച്ചാൽ അവർ കുറച്ച് കോൺഷ്യസ് ആവും, നമ്മൾ വേറെ. അപ്പോൾ ചിലയിടത്ത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഞാൻ അവരുടെ സ്റ്റൈലിലങ്ങ് വിടും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഭയങ്കര നാച്ചുറലായിട്ട് അതങ്ങ് പോകുന്നുള്ളൂ. അത് ഡയലോഗിനും ഞാൻ ചില ഡയലോഗുകളൊക്കെ, പക്ഷേ ചില പർട്ടിക്കുലർ ഡയലോഗ് അത് അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധം പിടിക്കും. അല്ലെങ്കിൽ പറയും ചിലപ്പോൾ സിദ്ദിഖേട്ടനൊക്കെ എന്നോട് വന്നിട്ട് ഞാനത് ഇങ്ങനെ പറഞ്ഞിട്ട് ചില ഡയലോഗ് പറയും ഞാനിത് തിരിച്ചിടട്ടെ, നോക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, തിരിച്ചിടുന്നതായിരിക്കും കുറച്ച് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ചില സമയത്ത് ഇപ്പം റൈറ്ററായിട്ട് ഡിനു അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ ആ ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇതന്നെ. ചില സമയത്ത് ഓടി വന്നിട്ട് പറയും സാറേ നമുക്ക് ഈ ഡയലോഗ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാലോ. അത് പറഞ്ഞു നോക്കുമ്പോൾ ശരി, അത് നല്ലതാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ നല്ലതെന്ന് തോന്നുമ്പോൾ പങ്കെടുക്കും. റൈറ്ററായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഷൂട്ടിംഗ് സമയത്ത് മുഴുവൻ തുടരും. മുഴുവൻ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പുള്ളി അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പോകുമ്പോൾ പുള്ളി പറയും ഇത് തിരിച്ചിട്ടാലോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞാലോ, ഇങ്ങനെ. അപ്പം എനിക്കത് പുതിയ എക്സ്പീരിയൻസാണ്. ഞാൻ സാധാരണ നമ്മൾ എഴുതിയൊരു സാധനം ഇത് ഇതുപോലെ വേറെ റൈറ്റർ ചെയ്യുമ്പോഴും അവർ വന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അവിടെ ഇങ്ങനെ ഡിനു ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഈ ഡിനു ഇതിനായിട്ട് ഇത് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അത് പുള്ളി അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ പോയാൽ കുറച്ച്. അപ്പോൾ അങ്ങനെ വന്നൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ടീം വർക്ക്. ഒരു ഈഗോ ഉണ്ടാകാൻ പാടില്ല. എനിക്കൊരു കൺവിക്ഷനുണ്ട്, പക്ഷേ ചിലയിടത്ത് ഞാനും ഒരു ബെറ്റർ ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് എൻഡ് ഓഫ് ദി ഡേ അത് പടത്തിന് ഗുണകരമാണെങ്കിൽ എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു. ഇന്നലെ എന്നോട് വന്ന് 2 കാര്യം പറഞ്ഞു. അതിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തത്, അത് അത്ര ഭംഗിയില്ല ആണല്ലേ. അത് കഴിഞ്ഞിട്ട് എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, ഞാൻ പറഞ്ഞു ഒന്ന് എഡിറ്ററുമായിട്ട് സംസാരിക്കും, എനിക്ക് പെട്ടെന്ന് അത് കിട്ടുന്നില്ല, അതെങ്ങനെയാണ് അത് ഇട്ട് നോക്കുമ്പോഴേ അറിയാവുള്ളൂ. അപ്പം എഡിറ്റർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് കേട്ടിട്ട് നല്ലതെന്ന് തോന്നി, എഡിറ്റർ എനിക്കും തോന്നിയത് രസമെന്ന്. അപ്പോൾ ഞങ്ങളത് മാറ്റാൻ പറഞ്ഞു. സി ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. നമുക്കിപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയുക, അതിനകത്ത് എപ്പോഴും എടുക്കണമെന്നില്ല, എടുക്കേണ്ടതാണേ എടുക്കും. നമുക്ക് നല്ലതെന്ന് തോന്നുമ്പോൾ എടുക്കണം, എടുക്കാതിരിക്കുകയും ചെയ്യരുത്. അതാണ് അങ്ങനെയാണ്. ഇപ്പോൾ സതീഷ് കുറുപ്പാണ് DOP. താങ്കളുടെ ഭൂരിപക്ഷം സിനിമകളിലും ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സതീഷിന് ഇപ്പം ഞാൻ നോക്കിയാൽ അറിയാം എന്താ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ഒരു വർക്കിംഗ് കംഫർട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് പടം വന്നത് അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, പെട്ടുപോയതാണ്. വേണമെങ്കിൽ എനിക്ക് നോ പറഞ്ഞും തള്ളി വെച്ചു ചെയ്യാം. കാരണം നമുക്ക് അഡ്വാൻസ് തന്ന് വെയിറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അവരോട് എനിക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇതായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2-3 ഇപ്പോൾ പിന്നെ മിറാഷ് ചെയ്തുകൊണ്ടിരുന്ന ടീമിൽ ആൾക്കാരല്ല എല്ലാവരും ഇല്ല വലതുവശത്തക്കളല്ല. അപ്പോൾ ആ മിറാഷിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കയറിയപ്പോൾ കുറച്ച് പേര് അതിനകത്തേക്ക് വിട്ടു. പക്ഷേ DOP എന്നുള്ള നിലയിൽ സതീഷ് ഇവിടെ വരുകയും വേണം. അപ്പം നമ്മുടെ രീതികളും കാര്യങ്ങളും അറിഞ്ഞ് പോകുന്ന ഒരാളാണെങ്കിൽ എനിക്കത്രയും പ്രഷർ കുറയും. അപ്പം ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് നമുക്കൊരു കംഫർട്ട് സോണുണ്ട്. ആ സോൺ അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷേ എന്ന് കരുതി ചിലപ്പോൾ നമ്മൾ വേറൊരു പ്രൊജക്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇനി മാറി അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ അതങ്ങനെ ഒരു ടീം വർക്കിൻ്റെ ഒരു കംഫർട്ട് സോൺ ഇപ്പം ഞാൻ ഇച്ചിരി എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല സാർ, എനിക്കൊരു ബാക്ക് ടു ബാക്ക് സിനിമാസ് എങ്ങനെ ചെയ്യുന്ന ചോദ്യം വരുമ്പോൾ എല്ലാവരും പറയും. ഞാൻ നോക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ഒരു ഫാമിലി പോലെ, വെൽ ഓർഗനൈസ്ഡ് ടീം പോലെ ആ ടീം എല്ലാവരും, അതായത് എഡിറ്ററാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ, ഒരു ഫുള്ളി ഫങ്ഷനിങ് ആണ്. എനിക്ക് തോന്നുന്നു ഈവൻ ആർട്ടിസ്റ്റ് എല്ലാവരും അവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ മാത്രമായിരുന്നു ഒരു അതിഥി പോലെ പല ദിവസങ്ങളിലും ഞാൻ മാത്രമായിരുന്നു പുതിയ ആൾ. കാരണം എന്നെ മാത്രം ആർക്കും അറിയില്ല. ബാക്കി ഞാനായിരുന്നു അവിടെ പുതിയ ഒരാൾ. ബാക്കി എല്ലാവരും ഒരു ടീം പോലെ അവിടെ സിങ്കാണ് ബേസിക്കലി. സോ അതാണ് അവിടെ എനിക്ക് തോന്നുന്നു സാറിനെ ഇങ്ങനെ ചെയ്യാനും പറ്റുന്നത്, ഒരു ടീം സാറിൻ്റെ കൂടെ എപ്പോഴും. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് പുതിയ പുറത്തുനിന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതിനൊരു ടീമുണ്ട്, അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പം ബെഡ് ടൈം സ്റ്റോറീസിൻ്റെ ഇതിനകത്ത് കഥകൾ വന്നു കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് സിനോപ്സിസാണ്. ആ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഇട്ടിട്ട് പോളിങ് തുടങ്ങും. സിനോപ്സിസ് വായിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടാൽ നരേഷൻ ഓർ സ്ക്രിപ്റ്റ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത്രയും എല്ലാ ടീമിലുള്ളവർ ഇതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് വായിക്കണം, സിനോപ്സിസ് വായിക്കണം. വായിച്ചിട്ട് ലൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ ഇതുണ്ട്, പ്രത്യേകിച്ച് ഒരു ഫീലിങ്ങും ഇല്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ പോളിങ്ങിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു പോളിങ് വരും, ഡേറ്റ്സിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട്, കുറേ ഡേറ്റ്സ് ഓപ്ഷൻ വെച്ചിട്ട് എന്നാണ് നരേഷൻ റീഡിങ്. അപ്പോൾ അതങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടും. അപ്പോൾ ഇവർ തവണ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് വർക്ക് വന്നപ്പം എൻ്റെ അസിസ്റ്റൻസിനും ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ കഥയും വായിക്കണം, സ്ക്രിപ്റ്റ് നരേഷൻ ഇരിക്കണം. അപ്പോൾ നല്ല ടൈറ്റാണ് അവർ. അപ്പോൾ ഇപ്പോൾ കഥ തന്നവരൊക്കെ വിളിച്ചിട്ട് അല്ല 2 മാസമായല്ലോ തന്നിട്ട് ഇതൊന്നും വായിക്കുന്നൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അപ്പം കാരണം പുതിയ കഥകൾ കേൾക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസിന് വേണ്ടി പ്രൊജക്ട്സ് ഉണ്ടാക്കുന്ന. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇപ്പം ദൃഢം. മാർട്ടിൻ എന്ന് പറഞ്ഞ എൻ്റെ അസിസ്റ്റൻ്റ്, അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷെയ്ൻ നേരത്തിന് വെച്ചൊരു പടമുണ്ട്, അത് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല കഥകൾ എടുത്തിട്ട് നിങ്ങൾ സിനിമ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈയിടെ ഞാൻ അപ്പോൾ കഥകൾ കുറേ വന്നിട്ട് ഇത് എല്ലാവരും പറഞ്ഞു. അവസാനം ഈയിടെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരാളൊരു ആശയം പറഞ്ഞു, ആ ആശയം നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ലെറ്റ് ഹിം മേക്ക് ദ ഫിലിം, പുള്ളി ഡയറക്ടറാവട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ഒരാൾക്കൊരാശയമുണ്ട്, അത് ബാക്കി എല്ലാവരോടും കൂടി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഒരു ടീമായിട്ട് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, ഞാനും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഒരു എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് സിനിമ ചെയ്യണം. അതൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ, കമ്മ്യൂണിറ്റി ബിൽഡ് ആയിട്ട് അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള. തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ, അവർക്കും ഓപ്പർച്യൂണിറ്റീസ് വേണ്ട, ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് നടന്നാൽ മതിയോ? അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരാൾ ജീത്തു ജോസഫിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നു, അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? അതൊരു കൊള്ളാം എന്ന് ജീത്തു ജോസഫ് സമ്മതിക്കുക, ഒരു ത്രില്ലറാണെന്ന് വെച്ചോ, അതിന് ജീത്തു ജോസഫ് കൊള്ളാം എന്ന് സമ്മതിക്കുന്നതിന് അതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടാവില്ല? ഒരു ക്രൈറ്റീരിയ ഇല്ല. എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് കാണുമ്പോൾ അതിനകത്തൊരു പുതുമയുണ്ട്,
ഇതിപ്പം ഞാൻ പറയാം വലതുവശത്തെ കള്ളൻ വായിച്ചിങ്ങനെ കേട്ട് വന്ന് കഥ അല്ല ഫസ്റ്റ് നരേഷനായിരുന്നു. കഥ കേട്ട് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട്, ഇമോഷനുണ്ട്, വേറൊരു പുതുമയുള്ളൊരു ഏരിയ ഉണ്ട്. ഇന്നൊരു ലോകത്തിൽ ഇന്നവരാരും പറയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ ഈ അടുത്തെങ്ങും ഈ രീതിയിൽ ഇതിൻ്റെ വേറെ രീതിയിലൊക്കെ വന്നിട്ടുണ്ടാവും, വന്നിട്ടില്ല. അതിനേക്കാൾ അറിയാം ഇത് ഇമോഷൻ, ഇതിനകത്ത് ക്രൈമും ഉണ്ട്, വേറൊരു മൂഡുണ്ട്. അപ്പോൾ അത് പറഞ്ഞിരുന്നൊരു ടൈമുണ്ട്. ഡിനു വന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഒരു ടൈമുണ്ട്. ആ ടൈം ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പം സതീഷ് പറഞ്ഞു നമുക്ക് ആ ടൈം ഒന്ന് മാറ്റി പിടിച്ചാലോ, കുറച്ചുകൂടെ നൈറ്റ് ആക്കിയാലോ, മറ്റേത് കുറച്ച് ഡേ ആയിരുന്നു, അപ്പം നൈറ്റ് ആക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പം നമുക്കത് ആ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കണക്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് കിട്ടുക. ഇപ്പം ഞാൻ പറഞ്ഞ ദൃഢം എന്ന് പറയുന്ന മാർട്ടിൻ്റെ ഇത് പുറത്തുനിന്ന് 2 റൈറ്റേഴ്സാണ്. അവർ വന്ന് ഒരാശയം പറഞ്ഞു, എന്നിട്ട് അവരോട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞപ്പം മാർട്ടിൻ വന്ന് എന്നോട് ആശയം പറഞ്ഞു. ആ ആശയം രസമുണ്ട്, ഓക്കെ, അതിൽ നിന്ന് അവർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് നമ്മളൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അവർ പുതിയ റൈറ്റേഴ്സാണ്, അവർ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, അവർ സപ്പോർട്ട് ചെയ്തു. അതൊരു പ്രൊജക്റ്റായി. ചില ആശയങ്ങൾ മതി. ചിലപ്പോൾ ചില ക്യാരക്ടറൈസേഷൻ ഇൻട്രസ്റ്റിംഗ് ആയാൽ, ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, അതായിരിക്കാം ചിലപ്പം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്തൊരു ആശയം വന്നു. അപ്പം നിങ്ങളൊരു കഥ തരുന്നു, ആ കഥയിൽ എന്താണ് എന്നെ അട്രാക്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ ആവാം. കൂമ്മൻ എന്ന് പറയുന്ന സിനിമയിൽ ഗിരിയുടെ ക്യാരക്ടറൈസേഷൻ ആയിരുന്നു അതിനകത്തെ ഹൈലൈറ്റ്. ജോർജ് കുട്ടിക്കുണ്ടോ അതേ ഒരു ട്രേറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഇതാണ്. അപ്പോൾ അത് എന്തെങ്കിലും അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് വന്ന്, പക്ഷേ കുഴപ്പമെന്നറിയോ, പല കഥകൾ കേൾക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റുള്ളൊരു വായിക്കാവുന്ന സിനോപ്സിസ് ആകുമ്പോൾ എല്ലാ കഥയും രസമാണ്. ഇതിനെ സീൻ ഓർഡറായിട്ട് വലിച്ച് നമ്മളൊരു 2-2.25 മണിക്കൂറുള്ള സീൻ ഓർഡർ ഇത് ചെയ്യുമ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോകും, അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു ഇതുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതാണ് ഈ സ്ക്രീൻ പ്ലേ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പം നേരത്തെ കഥ ഓരോ ആക്ടേഴ്സിൻ്റെ ശൈലിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം ബിജു മേനോൻ എന്ന് പറയുന്ന നടൻ പലതരം ജോണറുകളിൽ പോലീസ് വേഷം ചെയ്ത ഒരാളാണ്. ശിവത്തിൽ ചെയ്ത ആളാണ്, അനുരാഗ കരിക്കൽ വെള്ളത്തിലുണ്ടായിരുന്നു, തുണ്ടിലുണ്ടായിരുന്നു, തലവനുണ്ടായിരുന്നു, അങ്ങനെ പല ജോണറുകളിൽ പോലീസ് വേഷം ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ വീണ്ടും നമ്മളൊരു പോലീസ് കഥാപാത്രമായിട്ട് കൊണ്ടുവരും. ആൻ്റണി ആയിട്ട് എത്തുമ്പോൾ താങ്കൾ കൊടുത്തിരുന്ന എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ആ ശൈലിയിൽ നിന്ന് താങ്കൾ ഉപയോഗിക്കുന്ന ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ? ശൈലിയല്ല, ആ ആൻ്റണിയുടെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതും ലോകത്തിൽ ഇന്നവരാരും ചെയ്യാത്തതെന്നല്ല പറയുന്നത്. ബിജു മേനോൻ ഈ അടുത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറൈസേഷനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാരക്ടറൈസേഷനിൽ മാറ്റം വരുമ്പോൾ ചില എക്സ്പ്രഷനിലും ജസ്റ്റേഴ്സിലും ഒക്കെ റെസ്പോൺസിലും ഒക്കെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചാണ്. അല്ലെങ്കിൽ നടപ്പും ഇതുമൊക്കെ സെയിമൊക്കെ തന്നെ, നോർമൽ കോൺവെർസേഷനൊക്കെ സെയിമൊക്കെ തന്നെ. പക്ഷേ ഒരു ക്യാരക്ടറിൻ്റെ ഞാൻ പറയട്ടെ, ഒരാൾ മുൻകോപിയാണ്, ഷോർട്ട് ടെമ്പേർഡാണ്, അയാളൊരു ശാന്ത ഇതാണ്. അപ്പം ഒരു പോലീസുകാരനാണെന്ന് വെച്ചു, ഒരു ശാന്തനായ വളരെ പക്വതയുള്ളൊരു പോലീസുകാരൻ ബിഹേവ് ചെയ്യുന്നതും, ഇയാൾ പോലീസുകാരൻ തന്നെയാണ്, പക്ഷേ എടുത്തിയാട്ടവും ഒന്ന് പറഞ്ഞു ഇത് ചെയ്തും ഈഗോയും ഒക്കെ ഉള്ളതെങ്കിൽ ഇവരുടെ ബിഹേവിയറിലൊരു വ്യത്യാസം വരില്ല. ഇവരുടെ റെസ്പോൺസുകളിൽ ഒരേ ഇഷ്യൂവിന് ഇവർ റെസ്പോണ്ട് ചെയ്യുന്ന 2 രീതിയിലായിരിക്കും. ആ രീതിയിലുള്ള ചേഞ്ച് വേണ്ട എന്നുള്ളൊരു വാക്കിന് ചിലപ്പോൾ അവർ പ്രതികരിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ച് ആൻ്റണിക്ക് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു ആക്ടർ അത്യാവശ്യം നല്ല ഇത് ചെയ്ത് പരിചയമുള്ള ഒരുപാട് പടം ചെയ്തിട്ടുള്ള ആൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തരുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുക, അതിൻ്റെ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു ഈ ആൻ്റണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്? ആക്ച്വലി നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇസ് വെൻ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇസ് ഡെഫിനറ്റ്ലി ഇറ്റ് ആഡ്സ് ടു ഒരു സീൻ, ഒരു മൊമെൻറ്റ്. അത് ഭയങ്കര രസമുള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ജോയിച്ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻസ് അങ്ങനെയില്ല, ബിച്ചേട്ടൻ്റെ കൂടെയാണ് കൂടുതലും കോമ്പിനേഷൻസ്. സോ ആൻഡ് ദർ ആർ സോ മെനി റിയാക്ഷൻ ഷോട്ട്സ്. ആൾ പറയുന്നതിൻ്റെ കുറേ ഉണ്ട്. നമുക്ക് ഒരു ടൈമിൽ ഒരു ദിവസമൊക്കെ മൊത്തം റിയാക്ഷൻ ഷോട്ട്സ് മാത്രം അങ്ങനെയുണ്ട്. അപ്പോൾ അതിലൊക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ
ബേസിക്കലി ആള് പറയുന്ന കാര്യങ്ങളും ആള് ചെയ്യുന്ന ഒരു നല്ല പെർഫോമർ ആവുകയും നമ്മുടെ മുഖത്ത് തന്നെ വരുമല്ലോ ഒരു കാര്യം പറയുമ്പോൾ അതിന് റിയാക്ഷൻ. ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ട്, ബിജു മേനോൻ എന്ന് പറഞ്ഞ ആക്ടർ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നമ്മൾ സൈലന്റ് ആയി പോകില്ലേ, അങ്ങനെ ഒരു ഫീൽ തരാൻ പറ്റുന്ന ഒരാളാണ്. ഈ പണ്ട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കുകയും അങ്ങനെ ഉള്ളവരോട് അഭിനയിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബിഹേവ് ചെയ്ത് പോകും. ഇപ്പുറത്ത് നിൽക്കുന്ന ഇപ്പം നമുക്ക് ഒരു കഴിവുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുത്ത് അവിടുന്ന് ആ ക്യാരക്ടർ ബിഹേവ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങോട്ട് ബിഹേവ് ചെയ്യും. കാരണം ആ ക്യാരക്ടറും ഞാൻ റിഫ്ലെക്സ് ആണ് ആ ക്യാരക്ടറും. അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇയാൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ആ ക്യാരക്ടർ, ഞാനും ആ ക്യാരക്ടർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. ഈ സിറ്റുവേഷനിൽ ഞാനും തമ്മിലുള്ള ചിലപ്പോൾ ഒരു വഴക്കിൻ്റെ ഇതിലായിരിക്കും, ടെൻഷനിലായിരിക്കും. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം അപ്പുറത്ത് വീക്കാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്നയാൾ സ്ട്രഗിൾ ചെയ്യും. ഓ ഞാൻ കുഴയും. ഇത്രയും റിയാക്ഷൻ തന്നെ. അതെ, അത് ഭയങ്കര ഒരു ഓക്കെ. ഇപ്പം ഈ വലതുവശത്തെ കള്ളൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇതിനൊരു ബിബ്ലിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ഉണ്ടോ? നമ്മൾ ആ വലതുവശത്തെ കള്ളൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ അതെ, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു 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 ചെറിയൊരു ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊരു ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ട്രെയിലറിൽ പേരാരാ സജസ്റ്റ് ചെയ്ത്? അത് ഇതിൽ സിനിമയുടെ ആ ഒരു ലെയർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഷാജിയേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞ സമയത്ത് ഷാജിയേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞത്, ഡിനു ആ ടൈറ്റിൽ അത് തന്നെ ആക്കിക്കോ, കാരണം നീ അതിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് അന്ന് ഞാൻ പിന്നെ കൂടുതൽ പറയാനും പറ്റില്ല അതെങ്ങനെയാണെന്ന്. അപ്പം ഈ ട്രെയിലർ കാണുമ്പോൾ നിയമം, നീതി എന്നുള്ള വാക്കുകൾ ഇങ്ങനെ ഒരുപാട് സമയത്ത് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ വിജിലാൻഡേ എന്നുള്ള പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാതെ ഇത് ആരുടെ പേഴ്സ്പെക്റ്റീവ് പറയണം എന്നുള്ളത് ഭയങ്കര, നിയമവും നീതി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ തീമിൽ ആരുടെ പേഴ്സ്പെക്റ്റീവിൽ പറയണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് പറയുന്ന രീതി മാറിപ്പോയാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ സാധനമൊക്കെ ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനത്തെ ഒരു തലവേനയില്ലായിരുന്നു. കാരണം അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വന്നൊരു സ്ക്രിപ്റ്റായിട്ട് ഇതിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ നിന്നില്ല, അതൊക്കെ പുള്ളി ആലോചിച്ച് ചിന്തിച്ച് കറക്റ്റായിട്ട് രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കേസിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞെങ്കിൽ ഡിനു അങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളത്. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം എഴുതിയ സമയത്ത് സാം എന്നുള്ള ക്യാരക്ടറിൻ്റെ പേസ്പെരിയിലായിരുന്നു എൻ്റെ സ്റ്റോറി ഐഡിയ ഉണ്ടായിരുന്നത്. ഞാൻ ഷബീർക്കയുടെ അടുത്തൊരു 5-6 വർഷം മുമ്പ് ആ പിച്ച് ചെയ്യുന്ന സമയത്തും ആ സ്റ്റോറി ഐഡിയയാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയ സമയത്ത് ഞാനത് ആൻ്റണിയുടെ പെർസ്പെക്റ്റീവിലാണ് പക്ഷേ സാമിനെ കാണുന്നത്. സോ സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ ആൻ്റണിയും ആൻ്റണിയുടെ പെർസ്പെക്റ്റീവ് സാമിനെയാണ് നമ്മൾ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും പെർസ്പെക്റ്റീവ് പരസ്പരം എക്സ്പ്ലോർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഹൈപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ഹൈപ്പ്, അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലാണ് മിക്കവാറും പ്രവർത്തിക്കുക സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. ദൃശ്യം 2-3യുടെ ഡേറ്റ് അനൗൺസ്മെൻറ്റിന് ശേഷം വരുന്ന ഒരു ജീത്തു ജോസഫ് ചിത്രം, ഏതൊരു ജീത്തു ജോസഫ് ചിത്രം പോലെ തന്നെ ഇതിനൊരു ഇരട്ടിക്കും അതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത്. ഇത് കാണാൻ വരുന്നൊരു പ്രേക്ഷകനോട് എന്തായിരിക്കും ജീത്തു ജോസഫിന് പറയാനുള്ളത്? വലതുവശത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ത്രില്ലർ സിനിമയല്ല. ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഈ സിനിമ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. കാരണം ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ, പക്ഷേ ഒരു ഡ്രാമ, ഇമോഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷേ സസ്പെൻസും ട്വിസ്റ്റും, കാരണം സിനിമ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സംഭവങ്ങളുണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഒരു സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു യാത്രയിലുണ്ടാകുന്ന ഇമോഷൻസാണ് സിനിമ. ഓക്കെ. അപ്പം വലിയ ട്വിസ്റ്റും അതൊന്നും പ്രതീക്ഷ വരാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴേ നുണ പറയുന്നതെന്ന് പറയും. ഗൂഢണിറ്റല്ല സിനിമ, ഗൂഢണിറ്റോ അങ്ങനെയൊന്നും അല്ലത്. കുറച്ച് രണ്ടുപേരുടെ മാനസിക സംഘർഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന, തീരെ വിശ്വാസം ഇല്ലാതായിരിക്കണം ഇങ്ങനൊരു കാര്യം. അതിപ്പോൾ എനിക്ക് പതുക്കെ വിശ്വാസം ആയിക്കോളും. 1-2 സിനിമ കഴിയുമ്പോൾ പുള്ളി പതുക്കെ സത്യം പറഞ്ഞു തുടങ്ങി എന്നുള്ളൊരു ഫീല് പതുക്കെ വന്നു. ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് സമയത്തും താങ്കൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിരുന്നു, നിങ്ങൾ അങ്ങനെ ഒരു സാധനം അല്ല പ്രതീക്ഷിക്കേണ്ടത്. ദൃശ്യം 3 സത്യത്തിൽ അതാണ്. അത് 1 പോലെയല്ല 2 പോലെയല്ല 3, 1 2 പോലെയല്ല 3. ദൃശ്യം 3 കുറച്ചുകൂടി ഇമോഷണലാണ്. ഞാൻ കുറച്ചുകൂടെ ആ ഫാമിലിയും ജോർജ് കുട്ടിയുടെ ഇതിലേക്കൊക്കെ ഇറങ്ങി ഇത് ചെയ്യാണ്. കാരണം ഒരുമാതിരി മെയിൻ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ കിട്ടേണ്ടവർക്ക് കിട്ടി, മറ്റേ ഫാമിലിയൊക്കെ അവർ അങ്ങനെയൊക്കെ പോയി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിൽക്കുമ്പോൾ ഇനി അവിടെ എന്തൊക്കെയാണ് സാധ്യതകളെന്ന് ആലോചിച്ച് നമ്മൾ എല്ലാവരും ആ സ്നാപ്പിൽ വരുന്ന ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്കാണ് പോകുന്നത്. ഒറ്റ അടിക്ക് കിട്ടുന്ന ഒരു സാധനം. അത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഈ പറഞ്ഞ പോലെ അത് ഇരുതലയുള്ള വാളല്ല എൻ്റെ നേരെ നിൽക്കുന്നത്, ഒത്തിരി തലകളുള്ള വാളാണ്. അതങ്ങനെ വന്നുപോയി. ഇനിയിപ്പോൾ അതിൽ നിന്ന്
പതുക്കെ പുറത്ത് കിടക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാനതുകൊണ്ട് തന്നെയാണ് വേറെ ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ ജോണേഴ്സൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ടോട്ടലി ഡിഫറെൻ്റ് ഒരു ജോണർ സിനിമ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സമയമെടുക്കും, ഉടനെ വരില്ല, കാരണം നല്ല പ്രീ പ്രൊഡക്ഷനൊക്കെ വേണ്ടതാണ്. അപ്പം എനിക്ക് മാറണം, കാരണം ഞാൻ ഇതിനുമുമ്പ് വേറെ ടൈപ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ കുറച്ച് കാരണക്കാരൻ. ഓരോരോ എന്താ പറയുക, ഇങ്ങനത്തെ ത്രില്ലർ സിനിമയൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ അതിനോടൊരു അട്രാക്ഷനുണ്ട്. ചാടി വീഴുന്നതാണത്. പിന്നെ ഇപ്പോൾ ഇച്ചിരി തീരുമാനങ്ങൾ എടുത്ത് ഞാൻ അങ്ങനെ വേണ്ട, കുറച്ച് മാറ്റി വേറെയും എന്നൊരു ത്രില്ലർ സിനിമ ചെയ്യില്ലെന്നല്ല, ചെയ്യും. പക്ഷേ ഓക്കെ, അപ്പം വലതുവശത്തെ കള്ളന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.